മക്കളെ ക്വസ്റ്റ്യൻ നമ്പർ 22 പറയുന്നത് എന്താ നോക്കിയോ. ലെറ്റ് എ ബി സി ബി ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ സാറ്റിസ്ഫൈയിങ് ഒരു കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് എ ബി സി. Satisfying the condition a square plus b square into x square minus 2b into a plus c into x plus b square plus c square is equal to 0. Set of all possible values of x lies in the interval alpha and beta. നമുക്ക് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എ സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലേ, എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് പറഞ്ഞ മക്കളെ ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2ba ഇൻറ്റു എക്സ്, അതായത് 2ab ഇൻറ്റു എക്സ് മൈനസ് 2bc ഇൻറ്റു എക്സ് പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നെഴുതാം. അപ്പൊ എ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നെഴുതി മൈനസ് 2ab ഇൻറ്റു എക്സ് 2ab എക്സ് പ്ലസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2bc എക്സ് പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതിയത്. ഇനി നിങ്ങൾ നോക്കിക്കോ, ഈ എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2ab എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ എക്സ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ എക്സ് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് എന്താ, ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2bc എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബി എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തെഴുതാം, 0 എന്ന് എഴുതാം. അപ്പൊ രണ്ടിന്റെ സ്ക്വയറിന്റെ സമ്മ് 0 ആണ്. അപ്പൊ സ്ക്വയറിന്റെ സമ്മ് 0 ആണ് എന്നുണ്ടെങ്കിൽ സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് വരാൻ പോകുന്നില്ല. അപ്പൊ ആദ്യത്തെ എ എക്സ് മൈനസ് ബിയും 0 ആവണം, ബി എക്സ് മൈനസ് സിയും എന്തായിരിക്കണം, 0 ആയിരിക്കണം എന്ന് ഉറപ്പിക്കാം നമുക്ക്. അതായത് വിച്ച് ഇംപ്ലൈസ് എ എക്സ് മൈനസ് ബി ഇസ് ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ ബി എക്സ് മൈനസ് സിയും എന്താണ്, 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എഴുതാം എക്സ് ഇസ് ഈക്വൽ ടു ബി ബൈ എ എന്ന് എഴുതാം. ഇവിടുന്ന് എക്സ് എന്ത് എഴുതാം, സി ബൈ എ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതെന്താണ്, ഇതിന്റെ അർത്ഥം എന്താണ്, ബി ബൈ എ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു ബി ബൈ എ ഓർ എക്സ് ഇസ് ഈക്വൽ ടു സി ബൈ എ എന്ന് എഴുതാം. അപ്പൊ ബി ഇസ് ഈക്വൽ ടു എന്താണ്, എ എക്സ് ആണ്. ബി ഇസ് ഈക്വൽ ടു എ എക്സ് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സി അല്ല, ബി ഇസ് ഈക്വൽ ടു എ എക്സ്. ഇവിടുന്ന് എഴുതാ സി ഇസ് ഈക്വൽ ടു എന്തു എഴുതാ, എ എക്സ്, സോറി ബി ഇസ് ഈക്വൽ ടു എ എക്സ് എന്നല്ലേ മക്കളെ നോക്കിയാൽ, ബി ഇസ് ഈക്വൽ ടു എ എക്സ്. അവിടുന്ന് സി ഇസ് ഈക്വൽ ടു എ എക്സ് എന്ന് നമുക്ക് എഴുതാം. ബി ഇസ് ഈക്വൽ ടു എ എക്സ്, സി ഇസ് ഈക്വൽ ടു എന്ത് എഴുതി, എ എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ എഴുതാം. അപ്പൊ ബിയും സിയും എന്താണ്, ഈക്വൽ ആണ്. ഇനി ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ആവുന്ന സമയത്ത് സി ബൈ ബി അല്ലേ മക്കളെ, ഇവിടെ സി ബൈ എക്സ് സീക്വൽ ടു ഒരു ഒറ്റ കാര്യമുണ്ട്, എക്സ് സീക്വൽ ടു ഇവിടെ സി ബൈ ബി അല്ലേ. അപ്പൊ നമുക്ക് സി സീക്വൽ ടു ബി എക്സ് എന്നല്ലേ എഴുതാൻ പറ്റുക. ശരി, സോറി. അപ്പൊ നമുക്ക് അവിടെ നോക്കല്ലേ, ബി സീക്വൽ ടു എ എക്സ്, സി സീക്വൽ ടു ബി എക്സ് ഉണ്ട്. ഇനി ഇതിവിടെ നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ലൈസ് ഇൻ ദ ഇന്റർവെൽ എന്നാണ്. അപ്പം ഇത് ട്രയാങ്കിൾ ആകുമ്പോൾ രണ്ട് സൈഡിന്റെ ലെങ്ത് എന്തായാലും മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം എന്നല്ലേ പറയുന്നത്. ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് എ പ്ലസ് ബി സി എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം. രണ്ട് സൈഡിന്റെ ലെങ്ത് അല്ലേ, എയും ബിയും സിയും ഒക്കെ സൈഡ്സിന്റെ ലെങ്ത് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് എഴുതാം ബി പ്ലസ് സി എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എഴുതാം എ പ്ലസ് ബി എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം. അപ്പൊ എ പ്ലസ് സി, ഞാൻ എന് എ തന്നെ എഴുതി, സി എന്ന് പറഞ്ഞാൽ ബി എക്സ് ആണ് അല്ലെ, സി എന്ന് പറഞ്ഞാൽ ബി എക്സ് ആണ്. സി പ്ലസ് ബി എക്സ് ഗ്രേറ്റർ ദാൻ എന്തെഴുതാം, ബി എന്ന് പറഞ്ഞാൽ എ എക്സ് ആണെന്ന് എഴുതാം. അപ്പൊ
ഈ ബി എ എക്സ് ആയതുകൊണ്ട് എ പ്ലസ് ഈ ബി എന്ന് പറയുന്നത് എ എക്സ് ആയതുകൊണ്ട് അതെന്താവും എ സ്ക്വയർ എ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എന്താവും എ എക്സ് എന്നാവും. അപ്പോ ഇവിടെ ത്രൂ ഔട്ട് ഒരു എ കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എക്സ് എന്നാവും അല്ലെ. അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക്കിന്റെ ഫോമിലേക്ക് വരും അത്. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ കണ്ടീഷനിലും അതേപോലെ നിങ്ങൾ ചെയ്യണം. ബി എന്ന് പറഞ്ഞാൽ എ എക്സ് ആണ്. അപ്പൊ ഇവിടെ സി ഈക്വൽ ടു ബി എക്സ് ആകുമ്പോ ബി എ എക്സ് ആയതുകൊണ്ട് സി എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാട്ടോ. സി എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ ആണ്, അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ ആണ്. ത്രൂ ഔട്ട് എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ എന്താവും 0 ആവും. ഇതേപോലെ തന്നെ അപ്പുറത്തൊന്നും നമ്മൾ ഇതേപോലെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ്പ്രഷൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 എന്ന് വരണം. ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 0 ഇതിന്റെ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രാറ്റിക്കിന്റെ ഡി എന്താണ് ലെസ് ദാൻ 0 ആയിരിക്കും. നോക്കിയേ, ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ലെസ് ദാൻ. അപ്പൊ എല്ലാ എക്സിലും അതെന്താണ്, അതായത് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഓൾ റിയൽ നമ്പേഴ്സിൽ ആ കണ്ടീഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുമ്പം ഇതെന്താണ് -1 പ്ലസ് ഓർ മൈനസ് √5/2 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ് 1 പ്ലസ് ഓർ മൈനസ് √5/2 ആണ് ഇവിടെ വരുന്നത് എക്സിന്റെ വാല്യൂസ്. ഇനി നമ്മൾ അതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു നമ്പർ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അവിടെ ഒന്ന് -1 പ്ലസ് √5/2 പിന്നെ -1 മൈനസ് √5/2 ആണ് ആദ്യത്തെ എക്സ്. അടുത്തതിൽ 1 പ്ലസ് √5/2 1 മൈനസ് √5/2 ആണ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇത് 1 പ്ലസ് √5/2 എന്നെടുത്തു. ഈ പോയിന്റ് 1 മൈനസ് √5/2, ഈ 2 പോയിന്റ് കേട്ടോ. അടുത്തത് -1 മൈനസ് √5/2 -1 പ്ലസ് √5/2 ആണ്. -1 പ്ലസ് √5/2 എന്ന് പറയുമ്പോൾ ഇവിടെയല്ലേ വരിക, ഈ 2 പോയിന്റിന് ഇടയിലല്ലേ വരിക. -1 പ്ലസ് √5/2 -1 മൈനസ് √5/2 എന്ന് പറഞ്ഞാൽ എന്തായാലും നെഗറ്റീവ് ആണ്. അപ്പൊ ഇപ്പുറത്തേക്കേ വരുള്ളൂ -1 മൈനസ് √5/2 എന്ന്. ഈ 2 പോയിന്റുമാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. കോമൺ റീജിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതൊക്കെയാ നോക്കണ്ടേ നമുക്ക്. അപ്പം ആദ്യത്തേല് ഏതിലൊക്കെ 1 പ്ലസ് √5/2 1 മൈനസ് √5/2 ആവുന്ന സമയത്ത് കണ്ടോ ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ അടുത്തേല് വരിക എന്താണ്, അടുത്തേല് വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ. -1 പ്ലസ് √5/2 -1 പ്ലസ് √5/2. അപ്പൊ അടുത്തേല് വരിക എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എന്താണ്, ഈ ഇതിന്റെ ഇപ്പുറത്തേക്ക് അല്ലെ, ഇതിന്റെ ഇവിടേക്കും പിന്നെയോ -1 മൈനസ് √5/2 വശത്തേക്ക് -1 പ്ലസ് √5/2 റൈറ്റിലേക്കുമാണ്. അപ്പൊ ഇതിന്റെ കോമൺ റീജിയൻ നോക്കിയേ, ഈ റീജിയൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. -1 പ്ലസ് √5/2 1 പ്ലസ് √5/2, അതായത് √5 മൈനസ് 1/2 പിന്നെയോ √5 പ്ലസ് 1/2 അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ ആൽഫയും ബീറ്റയും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ദിസ് ഇസ് ആൽഫ, ബീറ്റ.
അപ്പൊ ആൽഫയും ബീറ്റയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ നോക്കി. 12 ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യണം 12 ഇൻറ്റു വാട്ട് ഈസ് ആൽഫ സ്ക്വയർ? ആൽഫ ഈസ് √5 മൈനസ് 1/2. അപ്പൊ 12 ഇൻറ്റു √5 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് √5 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ √5 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. √5 മൈനസ് 1, √5ന്റെ സ്ക്വയർ 5 മൈനസ് √5 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയറും √5 പ്ലസ് 1/2 അല്ലേ ഇവിടെ. അപ്പൊ √5 2√5 പ്ലസ് 1 പ്ലസ് 5 പ്ലസ് 2√5 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. സോറി 4 ഇൻറ്റു 12. ശരിയല്ലേ? സ്ക്വയർ ചെയ്യണ്ടേ? അപ്പം മൈനസ് 2√5 പ്ലസ് 2√5 പോയി. 5 പ്ലസ് 1 6, 6 പ്ലസ് 6 12/4. 12/4 3 ഇൻറ്റു 12. നോക്കിയ മക്കളെ 36 ആണോ നോക്കിയ 36. ഓക്കെ അല്ലേ? റെഡി.